നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. എന്നോട് ചില ആൾക്കാർ ചോദിക്കുന്നത് എന്താ ഇപ്പം സൈലൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന്. എന്ത് സൈലൻ്റ്? അപ്പോഴാരും ചോദിക്കുന്നത് ഇപ്പം എന്താ സിനിമ നിർത്താൻ പോകുമല്ലേ ജൂൺ 1 മുതൽ, ഇതൊന്നും സാർ അറിഞ്ഞില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കുറേ കാലമായിട്ട് സിനിമ എടുക്കാതിരിക്കുന്ന ആളല്ലേ, പക്ഷെ എന്നാലും നമ്മൾ സിനിമാക്കാരനായതുകൊണ്ടെല്ലാം അറിയുകയൊക്കെ ചെയ്യും. അങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം സിനിമ എടുക്കാതിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് നിർമ്മാതാവ് ഈരാളി എലിയാസ്, അദ്ദേഹം പിന്നെ എൻ്റെയോടൊപ്പം വർക്ക് ചെയ്തിരുന്ന വേറെ റസാഖർ, അദ്ദേഹം ഖത്തറിലൊരു ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജറൊക്കെ ആയിരുന്നു. അവരെന്നെ ഇപ്പോൾ എറണാകുളത്ത് വിളിച്ചിട്ട് അവിടെ ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പോയപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമുക്കിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ ചോദിച്ചു ഈരാളിയോട്, ഈരാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത ചുവന്ന ചിറകുകളുടെ നിർമ്മാതാവാണ്. അദ്ദേഹം മുമ്പ് കട്ട്കട്ട് എന്നൊരു പത്രം നടത്തിയിരുന്നു. കാർട്ടൂണിസ്റ്റ് യേശുദാസ് സാറായിരുന്നു അതിൻ്റെ എഡിറ്റോറിയൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഇദ്ദേഹം വന്നതിന് ശേഷം എൻ്റെ ഗുരുനാഥൻ ശങ്കരൻ നായർ സാറിനെ കൊണ്ട് ചുവന്ന ചിറകുകൾ എന്ന വർക്ക് ചെയ്തു. അന്ന് ശർമ്മ ഠാക്കൂർ ആയിരുന്നു നിങ്ങളുടെ നായിക. അതിന് വലിയൊരു പടമല്ലേ ആ കാലത്ത്. ഹിന്ദിയിലെ പ്രശസ്ത നടി ശർമ്മ ഠാക്കൂർ മലയാള സിനിമയിൽ അഭിനയിക്കുന്നു, ശങ്കരൻ നായർ സാർ ഡയറക്റ്റ് ചെയ്യുന്നു, ജയൻ, സോമൻ ഇങ്ങനെ തുടങ്ങി വലിയ വലിയ ആർട്ടിസ്റ്റ് വെച്ചിട്ട് വലിയ പടം. അന്ന് ഏഞ്ചൽ ഫിലിംസ് ജോറി സാറാണ് ഡിസ്ട്രിബ്യൂട്ടർ. അതൊക്കെ ഒരു അഭിമാനമാണ്. ആ മാഡത്തിനോടൊപ്പം വർക്ക് ചെയ്തത് തന്നെ വളരെ രസമാണ്. നല്ല രീതിയിലൊക്കെ പെരുമാറാനും ഒക്കെ അറിയാം. അതൊക്കെ നമ്മൾ കണ്ട് കേട്ട് പഠിക്കേണ്ടതാണ്. ഓരോ വ്യത്യസ്തരായ ആൾക്കാരുടെ രീതി. ഹിന്ദിയിലെ പ്രശസ്തിയായൊരു നടി ശർമ്മ ഠാക്കൂർ മാഡം അവർ വരുന്നു, അതൊക്കെ ഒരു അഭിമാനമുള്ളതല്ലേ. ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആണ് ഈരാളി. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വെറുതെ ഇരുന്നാൽ പോരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ ഇരിക്കുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ട്രെൻഡൻ രീതിയൊക്കെ അനുസരിച്ചിട്ട് ബഡ്ജറ്റ് കാര്യങ്ങൾ, അമിതമായ ബഡ്ജറ്റ്. അപ്പോഴൊക്കെ നമ്മുടെ ടി വിയിൽ ഇത് സുരേഷ് കുമാറും പിന്നെ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരും തമ്മിലുള്ള സംഭാഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞങ്ങൾ ശ്രദ്ധിച്ചു. കാരണം അത് സുരേഷ് കുമാർ നമ്മുടെ നിർമ്മാതാവ് അസോസിയേഷൻ്റെ ചേംബറിൻ്റെയൊക്കെ പുള്ളി ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്. ആൻഡ്രോ ജോസഫാണ് ഇപ്പം പ്രൊഡ്യൂസർ. ആൻഡ്രോ ജോസഫ് പ്രൊഡ്യൂസറാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. അദ്ദേഹം മെയ് മാസം വരെ ലീവ് എടുത്തിരിക്കുക. കാരണം ഒരുപക്ഷെ മലയാള സിനിമ ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു വലിയ സിനിമയുടെ പണിപ്പുരയിലാണ് പുള്ളി ഇപ്പം. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങിയൊരു താരനിരകളുള്ളൊരു വലിയ പടമാണ് പുള്ളിക്കാരൻ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഈ പ്രസിഡൻ്റ് പോസ്റ്റ് ഉള്ളത് ആണെങ്കിലും ലീവ് എടുത്തിട്ട് ഇപ്പോൾ ആ വൈസ് പ്രസിഡൻറ്റ് സുരേഷ് കുമാറാണ് ഇപ്പം കാര്യങ്ങളെല്ലാം പറയേണ്ടത്. കാരണം ഇങ്ങനൊരു അവസരം ഉണ്ടാകുമ്പം ഉണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മയിലാണെങ്കിൽ ഇപ്പം ഔദ്യോഗിക പാനലില്ല. ഇപ്പം ജയൻ ചേർത്തലയാണ്, അദ്ദേഹമാണ് ഇപ്പോൾ അതിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം ഇപ്പം ഈ അമ്മയിൽ സംഘടനയുടെ ഭാരവാഹികളില്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ ജനറൽ മീറ്റിങ്ങിലൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഞങ്ങളുടെ ഫെഫ്കയും ഒക്കെ ചേർന്നുകൊണ്ട് ചില യോഗങ്ങൾക്ക് വിളിച്ചാൽ വരാൻ ആളില്ല. പക്ഷേ പൊതുവായൊരു തീരുമാനം എടുക്കണമെങ്കിൽ എല്ലാ അസോസിയേഷനും വരണമല്ലോ. അപ്പോൾ എന്നോട് സുരേഷ് കുമാറിനോട് ചോദിച്ചു, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു സുരേഷ് കുമാറിൻ്റെ അഭിപ്രായമാണെന്ന് ചോദിച്ചു. അല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾക്കിങ്ങനെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ ഇപ്പോൾ എല്ലാ അസോസിയേഷൻ്റെ ആൾക്കാരും വന്ന് സംസാരിച്ചു. അങ്ങനെ ഒരു തീരുമാനങ്ങളുടെ വക്താവായിട്ടല്ലേ ഒരു പ്രസിഡൻറ്റ് സംസാരിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ പ്രസിഡൻ്റ് ആബ്സെൻസിലാണ് സുരേഷ് കുമാർ പറഞ്ഞത്. പുള്ളി പറഞ്ഞതൊക്കെ മിക്കവാറും ശരിയാണ്. കാരണം ഇപ്പോഴത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണ അതീതമാണ്. അതാണ് ഈരാളി പറഞ്ഞത്. ഞാൻ കുറച്ചുകൂടെ സിനിമ എടുക്കാതെ മാറിയത് കാരണം പണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് പടങ്ങൾ എടുക്കാം. പക്ഷേ എങ്ങനെയാണ് എത്ര ദിവസങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സബ്ജക്റ്റ്. അത് കാലാവസ്ഥ നോക്കണം, സെറ്റിങ്ങിൽ നോക്കണം, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ബഡ്ജറ്റ് പറയാൻ പറ്റുന്നത്. എന്നാൽ ഇതേ സിനിമ ഇതേ ഈരാളിയുടെ പാർട്ട്ണർഷിപ്പിൽ ഞാൻ ഒരു പടം സംവിധാനം ചെയ്തിട്ടുണ്ട്, അർച്ചന ആരാധന. അതൊരു ഹിന്ദി പടത്തിന് റീമേക്കാണ്, ബഹു കി ആവാസ്. നസറുദ്ദീൻ ഷാ അഭിനയിച്ച പടമാണ്. അപ്പോൾ അതിൽ KT മുഹമ്മദ് സാറായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഞങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഇത്ര ദിവസം കൊണ്ട് തീർക്കാം. കൂടുതൽ ആർട്ടിസ്റ്റുകളില്ലാത്ത മേനക, ശങ്കർ, പുതിയ നടൻ ശിവജി, പിന്നെ പ്രതികാരമായിട്ട് തീർക്കാൻ വരുന്ന അംബിക, ജോസ് പ്രകാശ് സാറ് ഒക്കെയായിരുന്നു.
12 ദിവസം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കില്ല ഒരു പക്ഷേ. ഈരാളി പറഞ്ഞത് സാജാ 14 ദിവസം എടുത്തോ? ഞാൻ പറഞ്ഞില്ല, 12 ദിവസം നമ്മൾ എറണാകുളത്ത് ഷൂട്ട് ചെയ്തു. ഒരു ദിവസം മദ്രാസിൽ BJP ഗാർഡനിൽ അംബികയും ശങ്കറും കൂടി പാട്ടുമെടുത്തു. കാരണം അതിൽ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യതായിരുന്നു. പിന്നെ ഡിസ്കഷന് കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വന്നില്ല. ആൾറെഡി ഒരു സ്ക്രിപ്റ്റ്, ഒരു സിനിമ ഉണ്ടല്ലോ, പിന്നെ അനാവശ്യമായിട്ട് എന്തിനാ ദൂർത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം വലിയ ലാഭമാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ഈരാളി കേൾക്കാൻ വേണ്ടി തന്നെ പറയുകയാണ്. ഇപ്പം അദ്ദേഹം ഇവിടെ സാജ അദ്ദേഹം ചങ്ങാത്തം എടുത്തു, അന്തിവയിലെ പൊന്നെടുത്തു, കമലഹാസനൊക്കെ വെച്ചിട്ട്, പിന്നെ അഥർവം എന്ത് മനോഹരമായ ചിത്രമല്ലേ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച. മമ്മൂട്ടിയും മോഹൻലാലിനെ കോച്ച് വലിയ വലിയ പടങ്ങളെടുത്ത നിർമ്മാതാവ് എന്നോട് പറയുകയാണ്, സാജ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത് ഈ അർച്ചന ആരാധന. കാരണം എന്താണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്, അഭിനയിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് എമൗണ്ട് മതി, അപ്പം വൻ ലാഭമാണ്. അന്നൊക്കെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇപ്പം അതല്ല, സാധാരണ തിയേറ്ററിൽ 250 രൂപ, 200 രൂപ, 150 രൂപ എങ്ങനെയല്ലേ. ഇപ്പം എല്ലാം കൂടുതൽ ഓൺലൈൻ ബുക്കിങ്ങും പിന്നെ ഒക്കെ വെച്ചിട്ട് ആ രീതിയൊക്കെ മാറിയല്ലോ ഇപ്പോൾ പിന്നെ. കാരണം സാങ്കേതികമായിട്ട് ഒരുപാട് ടെക്നീഷ്യൻസ് വന്നു, എല്ലാം നല്ല ടെക്നീഷ്യൻസാണ്. ഞാൻ അങ്ങനിപ്പം കണ്ടറിഞ്ഞു മമ്മൂട്ടി, മോഹൻലാൽ, ലാലു അലക്സ്, റഹ്മാൻ, ശിവജി, നദിയ മൊയ്തു, മേനക, ഇങ്ങനെ തുടങ്ങി, ഇന്നസെൻ്റ്, മാള. അന്ന് 18 ദിവസം പാലക്കാട് ഫോർട്ട് പാലസിൽ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഒരു സീൻ എടുത്ത ശേഷമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. 7 മണിക്ക് ഷൂട്ടിങ് ആരംഭിക്കും. 7 മണിക്ക് ഷൂട്ടിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ 9 മണിക്ക് ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബാക്കി പിന്നെ ഉച്ചയ്ക്ക് 1-1:30 മണിക്ക് ലഞ്ച്. വൈകുന്നേരം 9 മണി വരെ ഷൂട്ടിങ് പോകും. ഒരു 60 സീനേ ഉണ്ടാവുള്ളൂ. പിന്നെ 3-4 പാട്ട്, ഫൈറ്റ്. എങ്ങനെ നോക്കിയാലും 18 ദിവസം മതി. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു കാര്യം കൂടെ പറയാം. അന്ന് ഇത്രയും ടെക്നിക്കലായിട്ട് ഒരുപാട് സംഭവങ്ങൾ വേണ്ടി വന്നില്ല. നമ്മൾക്ക് സാധാരണ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇപ്പം അന്നൊക്കെ ഞങ്ങൾ ക്യാമറമാൻ പറയും V500 കാണിക്കും, പിന്നെ സാർ ഓക്കെ എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഡയറക്ടർ ഓക്കെ, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇപ്പോൾ അതല്ലല്ലോ, ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും. ആ മോണിറ്റർ ഫ്രെയിം നമുക്ക് ഡയറക്ടറുടെ ചെയറിൽ ഇരുന്നിട്ട് ഫിക്സ് ചെയ്യാം. ക്യാമറമാൻ ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും നമുക്കിവിടെ മോണിറ്ററിലൂടെ കാണാം. അപ്പോഴെന്ത് ചെയ്യും, ഒരു ഷോട്ട് കഴിഞ്ഞാൽ ചില ആർട്ടിസ്റ്റ് വന്നിട്ട് മോണിറ്റർ കൂടെ നോക്കും, സാർ ഒന്നുകൂടെ ചിലപ്പോൾ പറയും. പക്ഷെ നമ്മളൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം അതുകൊണ്ട് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണെങ്കിലും ഇതൊക്കെ സമയങ്ങൾ പോകുന്ന സമയം മെനക്കെടുത്തുന്ന പരിപാടിയൊക്കെയാണ്. പിന്നെ ഈ അഭിനയിക്കുന്ന ആൾക്കാർ ഇതൊന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ആരും ഒരു നടനോ നടിയോ എന്നെ നിങ്ങളുടെ പടത്തിൽ വിളിക്കൂ എന്ന് ആരും നിർബന്ധിക്കാറില്ല. നിർമ്മാതാക്കൾ തന്നെയാണ് അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് കൊണ്ടുവരുന്നത്. കാരണം ബിസിനസ്സിന് അതിന് ആവശ്യമാണ്. വലിയ നടന്മാരുണ്ടെങ്കിൽ നല്ല ബിസിനസ് നടക്കും, OTT ബിസിനസ് നടക്കും, ഔട്ട്സൈഡ് ബിസിനസ് നടക്കും. പിന്നെ കേരളത്തിൻ്റെ മറ്റ് മുമ്പൊക്കെ ആയ സംസ്ഥാനങ്ങളിലെ പടങ്ങൾ ഓടുമായിരുന്നു. ഇപ്പോൾ ആൾ ഓവർ ഇന്ത്യ പടങ്ങൾ ഓടും. പിന്നെ ഓവർസീസ് റൈറ്റ് എന്ന സംഭവമുണ്ട്. ഇപ്പോൾ ഓവർസീസ് റൈറ്റ് എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും കളിക്കാമല്ലോ, അതിന് നല്ലൊരു എമൗണ്ടാണ് കിട്ടുന്നത്. പക്ഷെ അതും ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 10 കോടി രൂപ വാങ്ങിക്കുന്ന ഒരു നടൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത് എനിക്ക് ഓവർസീസ് റൈറ്റും വേണമെന്ന് നിർമ്മാതാക്കൾ നിർബന്ധമായിട്ട് കൊടുക്കുകയാണ്. കാരണം കൊടുക്കാതിരുന്നാൽ ആ നടൻ അഭിനയിച്ചില്ലെങ്കിലോ, വലിയ നടന്മാരുണ്ടെങ്കിലല്ലേ ഇനിഷ്യൽ പുള്ളിങ് എന്ന് പറഞ്ഞ ആൾ വരുള്ളൂ. എന്നാൽ അതിന് വിപരീതമായിട്ട് പണ്ടത്തെ കാലത്ത് SK നായർ ചെമ്പരത്തി എന്നൊരു സിനിമ എടുത്തു. മലയാളം നാളെന്നൊരു പത്രാധിപരാണ്. അതിൽ അഭിനയിച്ച ആരൊക്കെയാണെന്നറിയോ? പുതുമുഖങ്ങളായ രാഘവൻ, സുധീർ, ശോഭന, പിൽക്കാലത്ത് ചെമ്പരത്തി ശോഭന എന്നറിയപ്പെടുന്ന, പിന്നെ കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ ഭവാനി ഒക്കെയാണ് അഭിനയിച്ചത്. ഡയറക്ടർ പുതിയ ആൾ PN മേനോൻ, ഔട്ട്ഡോർ ഷൂട്ടിങ് കൊല്ലത്ത്, തുച്ഛമായ പടത്തിൽ. പക്ഷെ അവരെ ചെയ്തെന്ന് വെച്ചാൽ നല്ല പരസ്യം ചെയ്തു. SK നായരുടെ നിർമ്മാണത്തിൽ ഇന്ന ആൾക്കാർ അഭിനയിക്കുന്ന പരസ്യം കൊടുത്തപ്പോഴത്തേക്ക് പാടം കയറി കൊളുത്തിയില്ല. ആ കാലത്ത് പ്രണയ സാറൊക്കെ നിൽക്കുന്ന കാലത്താണ് കേട്ടോ. മധുസാറ് പ്രണയ സാറൊക്കെ ഉള്ള സമയത്താണ് ഈ പടം ഭയങ്കര കളക്ഷനായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നീട് എന്തിന് നവോദയയുടെ അപ്പച്ചൻ സാറിൻ്റെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ റിലീസിങ്ങിന് ആരുണ്ടായിരുന്നു? വളരെ കുറവായിരുന്നു. പക്ഷേ അപ്പച്ചൻ സാറിന് ദീർഘവീക്ഷണമുണ്ട്. അതിൽ അഭിനയിച്ചാൽ ഒരു പൂർണിമ ജയറാം, പുതിയ ആൾ മോഹൻലാൽ വില്ലൻ, പിന്നെ ശങ്കർ, വേറെ വലിയ ആർട്ടിസ്റ്റിനകത്ത് ആരാളുള്ളത്? ഒരു പ്രതാപേന്ദ്രനൊക്കെയല്ലേ ഉള്ളൂ. പക്ഷേ എന്ത് ബുദ്ധിമാനായ അപ്പച്ചൻ സാർ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് പരസ്യം ചെയ്തില്ലേ? പരസ്യം ചെയ്തപ്പോൾ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ, പൂജയ്ക്കിടക്കാത്ത പൂക്കൾ ഞാൻ വർക്ക് ചെയ്ത വളവേണ്ടി പറഞ്ഞതാണ്. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ ഭയങ്കര കളക്ഷനായില്ലേ? എന്തിനീ അടുത്ത കാലത്ത് വന്ന 5-ാം പാതിര എന്നൊരു സിനിമ കോവിഡിന് മുമ്പ് നല്ല കളക്ഷനല്ലേ? ആ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ആ പടം ഇനി വന്നാലും ഓടുന്നു.
പിന്നെ അതുപോലെ വന്നൊരു പടമാണ് നമ്മുടെ സൗബിൻ ഷാഹിറൊക്കെ അഭിനയിച്ച് രോമാഞ്ചം എന്നൊരു സിനിമ. എന്ത് രസമായ സബ്ജക്റ്റാണത്. സബ്ജക്റ്റ് കൊണ്ട് പടം ഓടാം, പുതുമുകളുള്ള ഒരു പ്രശ്നമല്ല. സൗബിൻ ഷാഹിറൊക്കെ പുതുമുഖമല്ല. പിന്നെ ഈ മഞ്ഞുമ്മൽ ബോയ്സ് സൂപ്പർ കളക്ഷനല്ലേ. ആരൊക്കെയുള്ളത്? അതോ ഈ വമ്പൻ താരങ്ങളുടെ പുറകെ പോയില്ലെങ്കിലും ഇനിഷ്യൽ കളക്ഷൻ അല്പം ഡൗൺ ആണെന്ന് തോന്നിയാലും പരസ്യം കൊണ്ടൊക്കെ പോവും, നന്നായിട്ട് കയറും. മാറ്റി ചിലപ്പോൾ ആൾക്കാർ കുറവായിരിക്കും. മുമ്പ് സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാംജി റാവു സ്പീക്കിംഗ്, റിലീസിങ്ങിന് മാറ്റിനിക്ക് വളരെ കുറച്ച് ആൾക്കാർ അവർ വിഷമിച്ചു. പിന്നെ ഫസ്റ്റ് ഷോ ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൂടി, സെക്കൻഡ് ഷോയ്ക്ക് കുറച്ചുകൂടെ കൂടി, സെക്കൻഡ് ഡേ തൊട്ടുണ്ടല്ലോ ഫുൾ ഹൗസ്. എന്തുകൊണ്ടാണ്? ആ പ്രമേയം നല്ലത്, ടേക്കിങ്സ് നല്ലത്, നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ വലിയ താരങ്ങളൊന്നും വേണ്ട. ഇപ്പോഴും അങ്ങനെയാണ്. പണ്ട് ഈ OTTയുടെ ബിസിനസ്സും ഔട്ട്സൈഡ് ബിസിനസ്സും കണ്ടുകൊണ്ടല്ലോ നിർമ്മാതാക്കൾ സിനിമ എടുത്തിരുന്നത്. ആണോ? അല്ല, ഒരിക്കലും ഇല്ല. ധൈര്യസമേതം. അതാണിപ്പം ഞാനിപ്പം ആദ്യം പറഞ്ഞു വെച്ചത്. ഈരാളി പറഞ്ഞു, സാജൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 10 കോടിയും 15 കോടി 20 കോടി കൊടുക്കുന്ന നടന്മാർ നമുക്ക് വേണ്ട. നല്ല സബ്ജക്റ്റ് സാജൻ കണ്ടുപിടിക്കൂ. 2 സബ്ജക്റ്റ് ഉണ്ട്, കണ്ടുപിടിക്കുക. നമുക്ക് പുതിയ അഭിനേതാക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കൂട്ടത്തിൽ അച്ഛൻ്റെ റോളും അമ്മ റോളും സഹോദരൻ റോളും ഒക്കെ നമുക്ക് എസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റ് ഇടാം. നല്ല പാട്ടിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ നല്ല പാട്ട് ഉൾപ്പെടുത്താം. പിന്നെ ഫൈറ്റിൻ്റെ സ്കോപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല. നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഓടുമെന്ന് സധൈര്യം ഈരാളി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ എന്നോട് പറയാനാണ്. കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് വിളിച്ചിട്ട് അദ്ദേഹം തുറന്നു പറയുകയാണ്, നല്ല 1-2 സബ്ജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, വീണ്ടും 1-2 സബ്ജക്റ്റിന് വേണ്ടി ഞങ്ങൾ പരസ്യം കൊടുക്കാൻ പോവുകയാണ്. ആ സബ്ജക്റ്റും കിട്ടിയ ശേഷം അഭിനയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും പരസ്യം ചെയ്യും. എന്നിട്ട് നല്ല പരസ്യം ചെയ്തുകൊണ്ട് ഈ സിനിമ റിലീസ് ചെയ്യാനാണ് ഇപ്പം നമ്മുടെ ഒരു ഉദ്ദേശം. അങ്ങനെ ആവട്ടെ. ഒരു നടനും പറയുന്നില്ല എനിക്ക് നിങ്ങൾ 10 കോടി ഇതാ 7 കോടി ഇതാ ഞാൻ വരട്ടെ എന്ന് അവരെ കുറ്റം പറയാനില്ല. കാരണം നിർമ്മാതാക്കളുടെ സംഘടനയിൽ അമിതമായിട്ട് ഈ അഭിനയിക്കുന്ന ആൾക്കാർ പണം കൂട്ടിക്കൊണ്ടാണ് പ്രശ്നം കുറച്ച് കൂടുന്നതാണ് പറയുന്നത്. ശരിയാണ്. എങ്കിലും സുരേഷ് കുമാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സും. എല്ലാവരും തുറന്നു പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സുരേഷ് കുമാറിൻ്റെ ഭയമൊന്നുമില്ല. അതുകൊണ്ട് പുള്ളി അന്നും ഇന്നും തുറന്നു പറയും. അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല, അദ്ദേഹം മറ്റുള്ള നിർമ്മാതാക്കൾക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവർ പറയാൻ മടിക്കുന്നത് തുറന്നു പറഞ്ഞാൽ ചിലപ്പം ഈ അഭിനയിക്കുന്ന ആൾക്കാർ ഡേറ്റ് തരില്ലെങ്കിലോ. അതിൽ പുള്ളിക്കാരന് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ആൻ്റണി പെരുമ്പാവൂർ ചോദിക്കുന്നു, ആർക്കാണ് ഇദ്ദേഹത്തിന് പറയാൻ അവകാശം കൊടുത്തത്, ആരാണ് ഇദ്ദേഹം എന്നൊക്കെ ചോദിച്ചത്രേ. അത് ഒരിക്കലും സുരേഷ് കുമാറിൻ്റെ ഇടയിൽ പറഞ്ഞു, ആൻ്റണി പെരുമ്പാവൂർ അങ്ങനെ മുഖത്ത് ചോദിക്കുന്ന ആളല്ല, ആരോ പിന്നിൽ നിന്ന് പറയിക്കുന്നതാണ്. കാരണം സുരേഷ് കുമാർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാലത്ത് ആൻ്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ആൻ്റണി പെരുമ്പാവൂർ എന്നോടൊപ്പം 4 സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് പ്രൊഡ്യൂസറായിരുന്നില്ല, അന്ന് പുള്ളി എന്നോടൊപ്പം കണ്ടറിഞ്ഞ ഒരു ഡ്രൈവറായിരുന്നു. നല്ല ഡ്രൈവർ എന്ന് പറയുന്നതല്ല, അദ്ദേഹം എല്ലാം ആയിരുന്നു തന്നെ പറയും, മിടുക്കനായിരുന്നു. അപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞാൽ എൻ്റെ സിനിമയുടെ ബഡ്ജറ്റ് എത്രത്തോളം ആയെന്ന് പറയാൻ സുരേഷ് കുമാർ ആരാണ്? അപ്പോൾ സുരേഷ് കുമാറിന് പറയുന്നു, ശരിയാണ്, കാരണം ഷൂട്ടിംഗ് തീർന്നിട്ടില്ല, പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനുണ്ട്, അപ്പോൾ എത്ര ബഡ്ജറ്റാവും എന്നുള്ളത് എങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം സുരേഷ് കുമാർ ഉടനെ പറഞ്ഞു, ശരിയാണ്, ഞാനത് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, പിൻവലിക്കാൻ പറഞ്ഞു, മാറ്റാൻ പറഞ്ഞു, മാറ്റി. കാരണം അത് തീരാത്തൊരു പടത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പൃഥ്വിരാജിനൊരു വിഷമമുണ്ടായി. കാരണം ഇപ്പം ഞാനൊരു സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ സാജനെ വെച്ചൊരു സിനിമ ഇത്ര കോടിയായി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും ചിലപ്പം, നിങ്ങളുടെ ആരാ പറഞ്ഞ് ഇത്ര കോടിയായെന്ന്? ഇതുവരെ ഇത്രയല്ലേ ആയിട്ടുള്ളൂ. വെറുതെ അനാവശ്യമായിട്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന എമൗണ്ടിന് ഇത്ര ആകുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പടം നല്ല രീതിയിൽ വിജയിച്ചില്ല എങ്കിൽ എൻ്റെ പ്രൊഫഷനെ ബാധിക്കില്ലേ? ഇപ്പം പൃഥ്വിരാജിന് സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടത്തിന് ഇത്ര കോടി രൂപയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പുള്ളിക്കാരന് വിഷമം തോന്നി. ആൻ്റണി പെരുമ്പാവൂരിനോട് പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് സുരേഷ് കുമാർ പിൻവലിച്ചത്. പിന്നെ അതുപോലെ ഇങ്ങനെ ആരും തുറന്നു പറയില്ലെന്നേ. ഇപ്പം എനിക്ക് തന്നെ ഇപ്പം ആരെങ്കിലും ഈ എമൗണ്ടിനെ പറ്റിയൊക്കെ തുറന്നു പറയാൻ പറ്റുമോ? അവർ ചോദിക്കില്ല, ആരാണ് തനിക്ക് ഞങ്ങളുടെ എമൗണ്ടിനെ പറ്റി പറയാനുള്ള അധികാരം എന്ന് ചോദിച്ചാൽ, പക്ഷേ ഞങ്ങളിപ്പോൾ ഒന്ന് തീരുമാനിച്ചു, ചില ഇപ്പോൾ നിലവിലുള്ള പ്രൊഡ്യൂസേഴ്സിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എമൗണ്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിവുള്ളത് പറയാം, പിന്നെ ഈ അഭിനയിക്കുന്ന ആൾക്കാരുടെ എമൗണ്ടുകളൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഒരു പുതിയ നടൻ എന്ത് അഭിനയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എമൗണ്ട് കൊടുക്കുന്ന എമൗണ്ടായിരിക്കും. ആ പടം ഹിറ്റായി കഴിയുമ്പം ഗ്രാഫ് എവിടെ നിന്നോ കോടികളാണ് ചോദിക്കുന്നത്. നമുക്ക് കണ്ണു തള്ളിപ്പോവും. ഇതേ ആൾ തന്നെ 2-3 പടം ഔട്ടായി കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിച്ച അവരുടെ അടുത്ത് ചോദിച്ച എമൗണ്ടൊക്കെ എന്ന് വെച്ചാൽ
ഞാൻ എഴുതി വെച്ചെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പടം സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന പടത്തിന് അത്ര കോടികളൊന്നും ആയില്ലെങ്കിൽ ഇത് പറയും മറ്റുള്ള പ്രൊഡ്യൂസേഴ്സ് എന്ത് വിചാരിക്കും, സാജന വെച്ചൊരു സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ആവുമെന്ന് പറയില്ലേ. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരാളെയും ഞങ്ങൾ ആലോചിച്ച് ഇപ്പോഴത്തെ നിലവിലുള്ള അഭിനയിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ ചിലർ വേണ്ടി വന്നാൽ എത്രയാണ് എമൗണ്ട് എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ കുറേ പ്രൊഡ്യൂസേഴ്സ് നിലവിലുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു ഞങ്ങൾ ഏകദേശം രൂപ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സിനടുത്ത് അവർ വലിയ എമൗണ്ട് ഡിമാൻഡ് ചെയ്യില്ല. പിന്നെ ഇവർക്ക് ആർക്കും ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവില്ല, ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും. അപ്പം മമ്മൂട്ടി വാങ്ങുന്നത് എത്രയാണ്? 15 കോടി. പിന്നെ ഓവർസീസ് ബിസിനസ് വെച്ചാൽ മറ്റ് രാജ്യങ്ങളിലേക്കൂടെ വിൽക്കുന്ന, അപ്പോൾ തന്നെ എത്ര കോടിയായി? മോഹൻലാൽ 25 കോടി. പിന്നെ പൃഥ്വിരാജ് 8 കോടി. അത് ഏറ്റക്കുറച്ചിലുണ്ടാവാം. പിന്നെ ഉണ്ണി മുകുന്ദൻ ഈ മാർക്കോയ്ക്ക് ശേഷം 8 കോടി. പിന്നെ സുരേഷ് ഗോപി 10 കോടി പറയുന്നെങ്കിലും പുള്ളിക്കാരൻ്റെ നിർമ്മാതാവിൻ്റെ വിഷമങ്ങളനുസരിച്ചിട്ട് പുള്ളി പലതും വിട്ടുവീഴ്ചകൾ ചെയ്യും. ഫഹദ് ഫാസിൽ 7 കോടി. ആസിഫ് അലി 2 കോടി. ടൊവിനോ 5 കോടി. ഇങ്ങനെ ഓരോരുത്തരുടെ എമൗണ്ടുകൾ, ഇതൊക്കെ കോടികളൊക്കെ ഞാൻ തന്നെ ആലോചിച്ചു പോയി. ഇത്രയൊക്കെ എമൗണ്ട് ഇപ്പോൾ ഉണ്ടോ? സജീവമായിരുന്നെങ്കിൽ, ഞാൻ രംഗത്ത് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അറിയാം. പിന്നെ ഇതിൽ സംഭവം വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഈ താരങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും ഇപ്പം പ്രൊഡ്യൂസേഴ്സ് തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ ഇത് ഒരു OTTക്ക് ഒരു എമൗണ്ട് മാർഗം ചെയ്യാം. പിന്നെ ഓവർസീസിനൊരു എമൗണ്ട്. ഈ ഓവർസീസ് എമൗണ്ട് എന്ന് പറയുന്നതൊക്കെ നിർമ്മാതാക്കൾക്ക് റിലീസിന് ശേഷം കിട്ടുന്ന ഒരു ആശ്വാസമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ പടം കേരളത്തിൽ നന്നായിട്ട് ഓടിയില്ലെങ്കിലും ഈ ഓവർസീസ് റൈറ്റ് കൊണ്ട് അവർ ഒരുവിധം പിടിച്ച് നിൽക്കും. ഇവിടെ കേരളത്തിൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ പടം ഒരു പക്ഷേ കേരളത്തിനേക്കാളും കൂടുതൽ കളക്ട് ചെയ്തത് തമിഴ്നാട്ടിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഈ അഭിനയിക്കുന്ന ആൾക്കാർ എനിക്ക് ഓവർസീസ് റൈറ്റ് കൊടുത്ത് തരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അത് നിർമ്മാതാക്കൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സമ്മതിച്ചു പോവും. പക്ഷേ അവസാനം നഷ്ടം പ്രൊഡ്യൂസർക്ക് മാത്രം. എന്നാലും അവരോട് പറയുന്നു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പറയുന്ന എമൗണ്ട് സമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറാവുക. പാർട്ട്ണർഷിപ്പ് ആവേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ തിയേറ്ററിൽ 100 കോടി രൂപ തിയേറ്റർ ഗ്രോസ് കളക്ഷൻ വന്നാൽ 30 കോടി രൂപയാണ് നിർമ്മാതാവിൻ്റെ കയ്യിൽ വരുന്നത്. പിന്നെ പ്രിൻറ്റും പരസ്യമൊക്കെ വേറെയാണ്, അതിന് ചിലവ് വേറെയാണ്. എന്നാലും ഉദാഹരണത്തിന് പറയുകയാണ്, 1 രൂപയ്ക്ക് വരുന്ന എത്രയാണ്? 30 പൈസ. 100 രൂപയ്ക്ക് 30 രൂപ, അതാണ് കണക്ക്. ഇത്രേ വരുള്ളൂ നിർമ്മാതാവിന്. പിന്നെ 100 കോടി ക്ലബ്ബ്, 200 ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരസ്യം വേണ്ടേ. ഇപ്പം നമ്മളിപ്പോൾ ടാറ്റയുടെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നമ്മുടെ വീട്ടിലായിരിക്കുമോ, ടാറ്റയുടെ ഒരു പാക്കറ്റ് ഉപ്പിന് 15 രൂപയാണെന്ന് വെച്ചോളൂ. അവരെത്ര കോടികളാണ് പരസ്യം ചെയ്യുന്നറിയാമോ? അതുപോലെ മുമ്പ് പേസ്റ്റ്, നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ, ഉപ്പുള്ള ഉപയോഗിക്കരുത് എന്ന് പറയുന്ന അതേ കമ്പനിക്കാർ പറയുന്നത് നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ, ഉപ്പ് വേണം, അയോഡിൻ വേണം എന്ന് പറയുന്ന പരസ്യം. അപ്പോൾ ഈ പരസ്യം കണ്ടുകൊണ്ട് നമുക്കിപ്പം തീർച്ചയായിട്ടും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനും പരസ്യം അത്യാവശ്യമാണ്. ഈ മീഡിയയുടെയും മറ്റുടെയും പേപ്പർ പരസ്യം ഇപ്പോൾ അത്ര അത്യാവശ്യമൊന്നുമില്ല. മുമ്പ് സെൽഫ് റെഗുലേഷൻ സംഭവം ഉണ്ടായിരുന്നു. ഒരു മനോരമ, മാതൃഭൂമി, കേരളകൗമുദി അങ്ങനെയുള്ള വലിയ പത്രങ്ങൾക്കൊക്കെ സെൻട്രൽ പേജിൽ പരസ്യം കൊടുക്കായിരുന്നു. പിന്നീട് ഫ്രണ്ട് പേജിലൊക്കെ ഹാഫ് പേജ് പരസ്യം ലക്ഷങ്ങളാണ്. അങ്ങനെ നിർമ്മാതാക്കൾ ഒരു തീരുമാനം എടുത്തു, നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് പേജിൽ നമ്മൾ തമ്മിൽ കുത്തിച്ചാവണ്ട, ഒരു ഫസ്റ്റ് റിലീസിങ് സമയത്ത് ഇത്ര പരസ്യം, പിന്നീട് പിറ്റേ ആഴ്ച ഇത്ര പരസ്യം. അങ്ങനെ അവരിതിൻ്റെ തീരുമാനത്തിലെത്തിയിരുന്നു മുമ്പ്. ഇപ്പം അതൊക്കെ മറികടന്നു പോയി. ഇപ്പോൾ പത്രപരസ്യങ്ങൾക്ക് ലക്ഷങ്ങൾ വേണം. അത് മിക്കവാറും ഇപ്പോൾ സിനിമാക്കാരല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഓരോ വേറെ വലിയ വലിയ കമ്പനികളില്ലേ, മൾട്ടി സ്റ്റാർ കമ്പനികളില്ലേ ഇപ്പോൾ പരസ്യങ്ങൾ. ഇപ്പം പത്രം വായിക്കുന്നത് തന്നെ നമുക്ക് പരസ്യങ്ങൾ നോക്കാനേ ഉള്ളൂ. ന്യൂസ് വളരെ കുറവാണ്. ന്യൂസ് മിക്കവാറും ഇപ്പം ആരാ പത്രം വായിക്കുന്നത്? അപ്പോൾ എന്നെ പോലെയൊക്കെ ഉള്ള പഴയ ആൾക്കാർ വായിക്കും പത്രങ്ങൾ. ചെറുപ്പക്കാരെല്ലാം ഇതിലായി, മൊബൈലിലായി. നമ്മുടെ ഫാമിലി, എൻ്റെ പടങ്ങളൊക്കെ ജയിപ്പിച്ചിരുന്ന സ്ത്രീകളൊക്കെ ഇപ്പം അവർ TV മുമ്പിലായി. അതുകൊണ്ട് TV പരസ്യം കൊടുത്താൽ നല്ലതാണെന്ന് എനിക്ക് പറയാം. കാരണം ആ മീഡിയ കൊള്ളാം. പക്ഷേ TV ഏറെക്കാലം നിൽക്കുമെന്ന് തോന്നുന്നില്ല, വേറെ മാധ്യമങ്ങളിലേക്ക് മാറും. മുമ്പ് ഇപ്പോൾ ഈയിടെ കണ്ടൊരു ഈയിടെയല്ല 2024 സാം ബഹദൂർ എന്നൊരു പടത്തിന് ബാംഗ്ലൂരിലൊരു അഭിഷേക് എന്നൊരാളെ കേസ് കൊടുത്തു. കാരണം
അദ്ദേഹത്തിന് സമയനഷ്ടം. അതായത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ നിങ്ങൾ ടിക്കറ്റിൽ ഈ എത്ര മണിക്കാണ് ഷോ തുടങ്ങുന്നത് കാണിച്ചിരിക്കണം. 25 മിനിറ്റോളം പരസ്യം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമയനഷ്ടം ഉണ്ടായി, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, കൃത്യസമയം ജോലിക്ക് കയറാൻ സാധിച്ചില്ല എന്ന കാരണം കാണിച്ച് നോട്ടീസ് അയച്ചു. മാനസിക ബുദ്ധിമുട്ടുണ്ടായി, സമയനഷ്ടമുണ്ടായി. അതുകൊണ്ട് PVR സിനിമാസും ഐനോക്സും 20,000 രൂപ നഷ്ടപരിഹാരത്തിന് പുറമെ പരാതി ഫയൽ ചെയ്യാനുണ്ടായ ചിലവുകൾ 8,000 രൂപ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. നല്ല കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും കാണുമ്പോഴല്ലോ തിയേറ്ററിൽ പടം കാണാൻ പോകുമ്പോഴത്തേക്ക് പരസ്യം നമ്മുടെ പൈസ കൊടുത്തതിനായി പരസ്യം കാണുന്നേ, അതിന് ചിലവ് അവർ വേറെ വഹിക്കട്ടെ. അല്ലെങ്കിൽ ഇതാ ഇന്ന സിനിമ കളിക്കുന്നു, 2:30 ഷോ, 2:30 ഷോയ്ക്ക് 3 മണി വരെ പരസ്യം, 3-ന് ശേഷം ഷോ എന്ന് പറയട്ടെ, നമ്മളനുസരിച്ച് പോകാം. അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും 2:30 ഷോ, അയ്യോ ഷോ തുടങ്ങിയോ എന്ന് വെച്ചാൽ ചില ആൾക്കാർ പടം കാണാതെ ഇരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ടിക്കറ്റിൽ കറക്റ്റ് ഷോർട്ട് ടൈം കാണിച്ചിരിക്കണം. പരസ്യം കാണിച്ചോട്ടെ, ഇഷ്ടം പോലെ കാണിച്ചോട്ടെ, അത് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോട്ടെ. എന്തിന് നമ്മളെ പൈസ കൊടുത്തിട്ട് ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് വേറെ ജോലി ഇവിടെ. അതാണ് കോടതി കറക്റ്റ് നിർദ്ദേശം കൊടുത്തത്. മാത്രമല്ല തിരക്കുള്ള ആളുകൾക്ക് 25-30 മിനിറ്റ് തിയേറ്ററിൽ സംപ്രേഷണം ചെയ്യുന്നത് എന്തും കാണാൻ നിർബന്ധിക്കുന്നത് ശരിയല്ല. അനാവശ്യ പരസ്യങ്ങൾ കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള പരസ്യങ്ങൾ പോലും നമ്മുടെ തിയേറ്ററുകാരും അതുപോലെ ആലോചിക്കണം. അവരുടെ ടിക്കറ്റിൽ 200 രൂപ ടിക്കറ്റെങ്കിൽ ആ ടിക്കറ്റിലുണ്ടാവുമല്ലോ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇത്ര. അതും നിർമ്മാതാവ് സുരേഷ് പറയുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൊടുക്കുന്ന കൂടാതെ ഇപ്പോൾ GST വേറെ, അതും കൂടെ ആകുമ്പോൾ താങ്ങുന്നില്ല. തിയേറ്ററുകാർ പറയുന്നത് ഞങ്ങൾക്ക് താരിഫ് വെച്ച് കറണ്ട് ചാർജ് കുറച്ചതാണ്, ഞങ്ങൾക്ക് നഷ്ടത്തിലോടുന്നു. ഇത് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണ്ടേ? എന്നാലേ നമ്മുടെ സിനിമ വ്യവസായം നിൽക്കുള്ളൂ. സിനിമയിലുള്ള കുറച്ച് ആൾക്കാർക്കല്ലേ ഇപ്പോൾ പണിയുള്ളൂ. അതുകൊണ്ട് മുമ്പ് സിനിമ കളക്ഷൻസ് നിന്ന് പൈസ എടുത്തിട്ട് ജോലിയില്ലാത്ത ആൾക്കാർക്കും വയസ്സായ ആൾക്കാർക്കും ഒരു പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് വരെ യഥാർത്ഥത്തിൽ കിട്ടുന്ന ഈ പൈസ എന്ന് പറയുന്നത് സിനിമ ഓടി കിട്ടുന്ന പൈസ എന്നാണ്. അത് എത്ര ആൾക്കാർക്ക് ഉപയോഗമുണ്ടെന്നറിയാമോ ആ പൈസ? അതും ഇപ്പോൾ 2-3 മാസമായിട്ട് മുടങ്ങി കിടക്കുന്നു. എന്തുകൊണ്ടെന്നാണ്? പടങ്ങൾ ഓടുന്നില്ല. പടങ്ങൾ ഓടിയാലല്ലേ തിയേറ്റർ കളക്ഷൻ ഉണ്ടാവുള്ളൂ, എന്നാലല്ലേ അതിന് വിഹിതം എടുത്തിട്ട് ഈ പെൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും ഇനിയിപ്പോൾ എനിക്ക് സിനിമയെക്കുറിച്ച് ഇപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ടേ പറയുകയാണ്. എനിക്കുള്ള അറിവുള്ളതാണ്. നിർമ്മാതാക്കളും പിന്നെ അഭിനേതാക്കളും ഫെഫ്ക ഞങ്ങളുടെ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ സംവിധായകരും ഒരുമിച്ചിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് ബഡ്ജറ്റ് കുറയ്ക്കണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്നാൽ മാത്രമേ സിനിമയ്ക്ക് മുന്നോട്ടുള്ള പോക്ക് പറ്റൂ. ഗവൺമെൻറ്റും അതിൻ്റേതായ രീതിയിൽ സിനിമാ പ്രവർത്തകർക്കും സിനിമാ പ്രേക്ഷകർക്കും വേണ്ടി ആവശ്യമുള്ള ആനുകൂല്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സുഗമമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ March 31 തൊട്ട് സിനിമാ വ്യവസായം സ്തംഭിക്കും എന്നൊക്കെ പറയുന്നത് നേരത്തെ അവരുടെ തീരുമാനമാണ്. അത് നേരത്തെ പറയാൻ കാരണം ആ ഒരാഴ്ച മുമ്പ് ഒരു സിനിമ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സിനിമ കളിച്ചില്ല എന്ന് വരാതിരിക്കാനാണ് ഇത്രയും മുൻകൂട്ടി പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും ഞങ്ങളുടെ ആഗ്രഹവും സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ ആഗ്രഹവും മറ്റ് ഞങ്ങളുടെ ടെക്നീഷ്യൻസിൻ്റെ ആഗ്രഹവും ഒക്കെ. സിനിമ അങ്ങനെ നിൽക്കാൻ പാടില്ല. കാരണം എത്ര ആളുകളാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്. സിനിമ നിർമ്മാണം മാത്രമല്ല, എത്ര ആൾക്കാരെന്ന് വെച്ചാൽ സിനിമ നിർമ്മാണ മേഖലയിൽ, പ്രദർശന മേഖലയിൽ, എന്തിന് നമ്മുടെ പരസ്യത്തിൻ്റെ ചുവരിൽ പോസ്റ്റർ ഒട്ടിക്കുന്നില്ലേ, അവർക്ക് പോലും ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. അവിടെ സിനിമ എന്ന വലിയ നിർമ്മാണം ഈ വ്യവസായത്തിന് തീർച്ചയായിട്ടും പൂട്ട് വീഴരുത്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം, സന്തോഷമായ രീതിയിൽ മുമ്പോട്ട് പോകണം. സുരേഷ് കുമാറും ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരും വഴക്കൂടുകയൊന്നുമല്ല. അവരൊരിക്കലും വഴക്ക് കൂടില്ല. ആൾക്കാർക്ക് തോന്നുന്നതാണ്. മാധ്യമങ്ങൾ അങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിരുന്ന അർത്ഥമില്ല. ഇവർ രണ്ടുപേരെയും നല്ല രീതിയിൽ എനിക്കറിയാവുന്നവരാണ്. സുരേഷും പറയുന്നുണ്ട്, ഒരിക്കലും ആൻ്റണി ഒന്നും അങ്ങനെ പറയില്ല. അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഏതായാലും ഇന്ന് എൻ്റെ അടുത്തുള്ള ആൾക്കാർ എന്നോട് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നു എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ഇത്രയും വാചാലമായി സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ അഭിനയിക്കുന്ന ആൾക്കാരുടെ എമൗണ്ടൊക്കെ ഞാൻ പറഞ്ഞത് ഞങ്ങളിപ്പോൾ നിലവിലുള്ള പ്രൊഡ്യൂസേഴ്സിന് ചോദിച്ചിട്ട് അവർ പറഞ്ഞ എമൗണ്ടാണ്. ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഞാനും ഇപ്പം സിനിമ എടുക്കാതിരിക്കുകയാണ്. എൻ്റെ ഇപ്പം സിനിമയിലേക്കുള്ളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാനിത്ര ഒരു വലിയ ബഡ്ജറ്റ് സിനിമയിലേക്കല്ല ഞങ്ങൾ ഇപ്പോഴത്തെ നീക്കം. പിന്നീട് ചില ഒരു വലിയ സബ്ജക്റ്റിന് ഇത്ര എമൗണ്ട് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ അങ്ങനെയാണ് പ്ലാൻ ചെയ്താൽ അങ്ങനെ സിനിമ എടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിർമ്മാണം നല്ല സുഗമമായിട്ട് പോകണമെങ്കിൽ ബഡ്ജറ്റ് കുറച്ചുകൊണ്ടുള്ള എല്ലാവരുടെയും
ഒരേ ഏക മനസ്സോടെ സന്തോഷത്തോടെ സിനിമയെ സമീപിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.